വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്നോ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പുഡിങ് നമുക്ക് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് കിട്ടാറില്ല, അപ്പോൾ അതിനെങ്ങനെ ടേസ്റ്റി ആക്കിയിട്ട് ഒരു 2 എക്സ്ട്രാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിയിട്ടാണ് ഞാനിവിടെ ഈ പുഡിങ് ചെയ്തെടുക്കുന്നത്. ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഈ എഗ്ഗിൻ്റെ വൈറ്റ് പോർഷൻ മാത്രമേ നമ്മൾ ഈ പുഡിങ്ങിൽ യൂസ് ചെയ്യണുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച എഗ്ഗ് യൂസ് ചെയ്യരുത്, റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് 1/2 കപ്പ് പഞ്ചസാരയാണ്. അതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മധുരം താല്പര്യമുള്ളവർ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിന് ഒന്ന് കാരമലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് ഷുഗർ ആയാലും കുഴപ്പമില്ല, ഞാൻ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബ്രൗൺ ഷുഗറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കാഷ്യൂസാണ്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി, ഓവർ ആവരുത്. അതുപോലെ തന്നെ 2 ഡേറ്റ്സും എടുത്തിട്ടുണ്ട്. അതിനെ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് നമുക്ക് ആ പുഡിങ്ങിൻ്റെ ഇടയിൽ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. സാധാരണ സ്നോ പുഡിങ്ങിനെക്കാട്ടും കുറച്ച് കൂടുതലായിട്ട് ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഇതും കൂടെ ചേർത്തി കൊടുക്കുമ്പോൾ. അപ്പോൾ ഇത് താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ പിന്നെ ഇത് ചേർത്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ചേർത്തി കൊടുക്കുക, ഓവറായിട്ട് ചേർത്തി കൊടുക്കരുത്. പിന്നെ നമുക്ക് ഇതിൻ്റെ എഗ്ഗിൻ്റെ ഫ്ലേവർ പോകാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഇൻഗ്രീഡിയൻസ് കൂടെ കൂടുതലായിട്ട് ചേർത്തി കൊടുക്കുന്നുണ്ട്. വാനില എസെൻസ് താല്പര്യമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഞാനിവിടെ കുറച്ച് ലെമണിൻ്റെ പുറത്ത് ഗ്രീൻ പോർഷൻ മാത്രം ഗ്രേറ്റ് ചെയ്തതാണ്, അതും കൂടുതലായിട്ട് ചേർത്തി കൊടുക്കരുത്. ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ എങ്ങാനും അതിൻ്റെ ഗ്രീൻ പോർഷൻ മാത്രം ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്തി കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും ചേർത്തി കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ ആ റോസ് സ്മെല്ല് പോയി കിട്ടും. ഈ പുഡിങ് ഉണ്ടാക്കുന്നതിനേക്കാട്ട് മുൻപ് ആദ്യം നമുക്ക് ഈ ഷുഗർ ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഈ ഷുഗർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉരുക്കിയിട്ട് ഒരു ലൂസ് പരിവാക്കണം, നല്ല ലൂസ് പോലെ ആക്കണം. പിന്നെ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് ഉരുക്കരുത്. വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ കോട്ടിങ് കിട്ടില്ല. ഇങ്ങനെ ലൂസായി വെള്ളം പോലെ പോയി പുഡിങ് നമുക്ക് സെറ്റ് ആയി കിട്ടുമ്പോൾ ഈ ഷുഗർ സിറപ്പ് താഴെ വന്ന് കിടക്കും. അപ്പോൾ ഇത് ഫുള്ളായി കോട്ട് ചെയ്തിട്ട് പുഡിങ്ങിൽ തന്നെ പിടിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കാതെ ഈ ഷുഗർ ഉരുക്കിയെടുക്കണം. അപ്പോൾ ഏകദേശം ഇങ്ങനെ ലൂസായി നല്ല ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു പാത്രം, പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രം കൂടെ റെഡിയാക്കി വെക്കണം. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ലൂസാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ സെറ്റ് ചെയ്യാൻ ഒരു പാത്രം കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടാറുന്നതിനെക്കാട്ടും മുൻപ് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കണം. ഇൻ കേസ് എങ്ങാനും ചൂടാറിക്കഴിഞ്ഞാൽ ജസ്റ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി ചൂടാക്കിയിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചാൽ മതി. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ ഷുഗർ സിറപ്പ് ഒന്ന് ആക്കി കൊടുക്കാം. അതേ പാനിൽ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂസും കൂടെ ഇട്ടിട്ട് ഈ ഷുഗറിൻ്റെ സിറപ്പിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. നമുക്കിതൊരു ബട്ടർ സ്കോച്ച് പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത്. അപ്പോൾ ഈ കോട്ടിങ് മൊത്തം ഈ കാഷ്യൂസുമ്പോൾ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. ഈ ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ പുഡിങ്ങിൽ ചേർത്തി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങാം. ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ലോ മുതൽ ഹൈ ആക്കി കൊടുക്കുക. ആദ്യം ലോ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. എന്നിട്ട് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് ഹൈ ആക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ പതമായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഷുഗറിൻ്റെ ഹാഫ് പോർഷൻ ഇട്ട് കൊടുക്കാം. ഒരിക്കലും ഒന്നിച്ചിട്ട് കൊടുക്കരുത്, ഹാഫ് പോർഷൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മിക്സിയിലും ചെയ്തെടുക്കാൻ പറ്റും. എഗ് വൈറ്റ് ഇട്ടിട്ട് നന്നായിട്ട് പതഞ്ഞ് വരുമ്പോൾ ഹാഫ് പോർഷൻ ഷുഗർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ആദ്യം ഇട്ട ഷുഗറൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള പോർഷനും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമുക്കൊരു വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു പരുവായിട്ട് കിട്ടും, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. ഇതുപോലെ തന്നെ മിക്സിയിൽ നമുക്ക് ചെയ്തെടുക്കാം. നല്ല ബീറ്റായിട്ട് കിട്ടും നമുക്ക്. ഇത് മിക്സി ചെയ്താൽ ഇതുപോലെ തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ലെമണിൻ്റെ ജസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ലെമൺ ജസ്റ്റും അതുപോലെ തന്നെ വാനില എസൻസ് നന്നായിട്ടൊന്ന് ഇതിൽ മിക്സായി കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ എഗ്ഗിൻ്റെ ആ റോസ് സ്മെല്ലൊന്ന് മാറിക്കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വാനില എസൻസ്, ലെമൺ ജസ്റ്റൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്തി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ 2 ഇൻഗ്രീഡിയൻസിന് പകരം നമുക്ക് ചെറിയ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ച ആ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യാം. അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ടിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു ബാറ്റർ സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 15 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അത് ക്ലീൻ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ബാറ്റർ കുക്കായി എന്നാണ് അതിനർത്ഥം. അപ്പോൾ തന്നെ നമ്മൾ ഈ സ്റ്റീമറിൽ നിന്ന് എടുത്ത് മാറ്റണം. ചൂടൊടുക്കനെ തന്നെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ആ സ്റ്റീമറിൽ ഇരുന്ന് തന്നെ അത് താഴ്ന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ആ ചൂടൊടുക്കനെ തന്നെ സ്റ്റീമറിൽ നിന്ന് നമ്മൾ എടുത്ത് മാറ്റണം. എന്നിട്ട് നമ്മൾ ഏത് പ്ലേറ്റിലാണോ സെർവ് ചെയ്യണത് ആ പ്ലേറ്റിലേക്ക് ഒന്ന് കമിഴ്ത്തി കൊടുക്കുക. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്നോ പുഡിംഗ് ഇവിടെ റെഡിയായി. കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നല്ല ടേസ്റ്റാണ്. ശരിക്കും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പുഡിങ് തന്നെയാണ്. ഇതിൽ നമ്മൾ കാഷ്യൂസും അതുപോലെ തന്നെ ഡേറ്റ്സൊക്കെ ചെറുതായിട്ട് ചേർത്തി കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് വായിലിട്ട് കഴിഞ്ഞാൽ ഇത് അലിയുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അതിൻ്റെ ആ ഓരോ പീസ് കിട്ടുമ്പോഴും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ സ്നോ പുഡിങ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. പുഡിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് കമൻസിലൂടെ അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക്